കാസർഗോഡ് ബേവിഞ്ചയിൽ ദേശീയപാതയിൽ മണ്ണിടിഞ്ഞു. മേഘ കൺസ്ട്രക്ഷൻ കമ്പനിയുടെ നിർമ്മാണം നടക്കുന്ന പ്രദേശത്താണ് മണ്ണിടിച്ചിൽ ഉണ്ടായത്. മണ്ണിടിച്ചിൽ തുടരുന്നതിനാൽ പ്രദേശത്ത് 150ഓളം കുടുംബങ്ങൾ ഭീതിയിലാണ്. നേരത്തെ തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അവിടെയുള്ള നാട്ടുകാർ ചില ആശങ്കകൾ മുന്നോട്ട് വെച്ചതാണ്, ചില പരാതികൾ മുന്നോട്ട് വെച്ചതാണ്. മഴക്കാലം എത്തുന്നതോടുകൂടി, മഴ ശക്തി പ്രാപിക്കുന്നതോടുകൂടി അത് ഇടിഞ്ഞു വീഴും എന്നുള്ള കാര്യം അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതാണ്. പക്ഷേ യാതൊരു തരത്തിലുള്ള ഇടപെടലും ഉണ്ടായില്ല എന്ന് മാത്രമല്ല, ഇവരുടെ ആ പ്രദേശവാസികളുടെ ഒക്കെ അഭിപ്രായങ്ങൾ മുഖവിലേക്ക് എടുക്കാതെ നടപടികളുമായി മുന്നോട്ട് പോകുന്നതാണ് കണ്ടത്. അതാണ് ഇപ്പോൾ ഇങ്ങനെ തുടർച്ചയായി മണ്ണിടിഞ്ഞു വീഴുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നത്. വലിയ വിമർശനം അവിടെയുള്ള പ്രദേശവാസികൾ, ജനപ്രതിനിധികൾ അടക്കം ദേശീയപാത അതോറിറ്റിക്കെതിരെ ഈ ഘട്ടത്തിൽ ഉയർത്തുന്നുണ്ട്. കാസർഗോഡ് ബേവിഞ്ചയിൽ 3 തവണയാണ് ഇന്ന് മാത്രം മണ്ണിടിഞ്ഞത്. മണ്ണിടിച്ചിലുണ്ടാകുന്ന ആഘാതം എത്രത്തോളം ഭയാനകമാണെന്ന് തെളിയിക്കുന്നതായിരുന്നു ഓരോ ദൃശ്യങ്ങളും. ഇന്നുച്ചയോടെയാണ് ആദ്യ മണ്ണിടിച്ചിൽ. ദേശീയപാത 66-ൽ ചെർക്കളത്തിനും നീലേശ്വരത്തിനും ഇടയിലുള്ള 2ാം റീച്ചിലാണ് മണ്ണിടിച്ചിലുണ്ടായത്. മേഘ കൺസ്ട്രക്ഷൻ കമ്പനിയുടെ നിർമ്മാണം നടക്കുന്ന പ്രദേശത്ത് 3 തവണയാണ് മണ്ണിടിഞ്ഞത്. മണ്ണിടിയുന്നതിന്റെ ഭീകരത വ്യക്തമാക്കുന്നതായിരുന്നു 24-ലൂടെ പുറത്തുവന്ന ദൃശ്യങ്ങൾ. നല്ല ഭയത്തിലാണ് ഇപ്പോൾ അവിടെ നിൽക്കുന്നത് തന്നെ. PWDൻ്റെ റിപ്പോർട്ടുണ്ട്, ലാൻഡ് സ്ലൈഡിങ് ഉണ്ടാവുന്നില്ല. എന്നാലും ഇതുവരെ അതിനുള്ള ഇതൊന്നുമില്ല. കളക്ടർ സാറും ഓർഡറാക്കി തന്നതാണ് ഏറ്റെടുക്കണമെന്നില്ല. 11 മാസമായി ഇപ്പോൾ നമ്മൾ അവിടെ തന്നെ പിടിച്ചിട്ട് കഴിയുന്നു. മണ്ണിടിച്ചിൽ രൂക്ഷമായതോടെ പ്രദേശത്തെ 150ഓളം കുടുംബങ്ങളും ആശങ്കയിലാണ്. മണ്ണിടിയുന്നതിന്റെ നേരെ മുകളിലുള്ള വീട് മേഘ കമ്പനി ഏറ്റെടുക്കണമെന്നും വീട്ടുകാർക്ക് നഷ്ടപരിഹാരം നൽകണമെന്നും ജില്ലാ കളക്ടർ ഉത്തരവിറക്കിയിട്ടും നടപടിയുണ്ടായില്ല. കളക്ടർ ഒരു 10-200 ലോഡ് കല്ല് ഫുള്ള് പാക്ക് അയച്ചാണ് പറഞ്ഞിട്ട്, മണ്ണ് നിൽക്കില്ല പറഞ്ഞിട്ട്. ഇപ്പോൾ അവരെല്ലാം ലേസം എടുത്തതിന് ശേഷം ഫുള്ള് തിരക്കി പോകുന്നുണ്ട്, ഫുള്ള് പോകുന്നുണ്ട്. നമ്മൾ വീടിൻ്റെ അടുത്ത് എത്തിയപ്പോൾ ഒരു സൈഡ് ഫുള്ളെത്തി. കുറച്ചേ ഉള്ളൂ, ആകെ 4 സെൻറ്റ് സ്ഥലമേ ഉള്ളൂ. ആ വീട് 4 സെൻറ്റ് സ്ഥലമേ ഉള്ളൂ. അപ്പോൾ തീരെ ഇതില്ലാതെ വഴിയാന്നുള്ളത്. ഏത് നിമിഷവും ഒരു പോയുള്ളത്. അപ്പോൾ കളക്ടർ നമ്മളോട് പറഞ്ഞു അവിടെ താമസിക്കേണ്ടതല്ലേ പറഞ്ഞിട്ട്. നമുക്ക് താമസിക്കാൻ വഴിയില്ല, അവിടെ പോകാൻ വഴിയില്ല. ദേശീയപാത നിർമ്മാണം നടക്കുന്ന സമയത്ത് ജനപ്രതിനിധികളുടെ അഭിപ്രായം പോലും അവഗണിച്ചെന്ന് എന്നെ നെല്ലിക്കുന്ന MLA. ഞങ്ങളൊക്കെ പറഞ്ഞതാണ്, ഇതിൽ വളരെയധികം അപാകതകളുണ്ട്. ഇപ്പോൾ ഇന്ത്യയിൽ ഒരിടത്തും ഈ സർവീസ് റോഡില്ലാതെ NH ഒരിടത്തും പണിതിട്ടുണ്ടാവില്ല. ഇവിടെ മാത്രമാണ് സർവീസ് റോഡില്ലാത്തത്. അപകട വിവരമറിഞ്ഞ് സ്ഥലം സന്ദർശിക്കാനെത്തിയ ജില്ലാ കളക്ടർ K. ഇമ്പശേഖരന് നേരെയും നാട്ടുകാരുടെ പ്രതിഷേധമുണ്ടായി. ജില്ലയിലെ തെക്കിൽ ചട്ടഞ്ചാൽ, വീരമലക്കുന്ന്, മട്ടലായിക്കുന്ന് എന്നിവിടങ്ങളിലും മണ്ണിടിച്ചിൽ ഭീഷണിയുണ്ട്. ദേശീയപാതയോരത്തെ സോയിൽ ലൈനിങ് ഫലപ്രദമല്ലെന്ന് നാട്ടുകാരെന്നേ പറഞ്ഞതാണ്. പക്ഷേ വികസനത്തിന് തടയിടുന്നു എന്ന് പറഞ്ഞ് ജില്ലാ ഭരണകൂടവും മേഘ കൺസ്ട്രക്ഷൻ കമ്പനിയും അവരെ ആട്ടിയോടിച്ചു. ഒടുവിലിപ്പോൾ പലയിടത്തും മണ്ണിടിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇനി എന്തു ചെയ്യുമെന്ന ചോദ്യത്തിന് ഒരു ഉത്തരവുമില്ല. രജീഷ് കരുവള്ളൂരിനൊപ്പം അരുൺ പാറക്കൽ, 24 കാസർഗോഡ്. പൊതുജനം കഴുതയല്ല സാർ. മണ്ണിടിഞ്ഞതോടെ പ്രദേശവാസികൾ ആശങ്കയിലാണ്. ആ ആശങ്കയാണ് പ്രതികരണങ്ങളിലൂടെ പ്രേക്ഷകർ കണ്ടത്. മഴ കഴിയുന്നതുവരെ ഈ മണ്ണ് നീക്കാൻ, ഇടിഞ്ഞു വീണ മണ്ണ് നീക്കാൻ കഴിയില്ല എന്ന നിലപാടിലാണ് ജില്ലാ ഭരണകൂടമുള്ളത്. പക്ഷേ നാട്ടുകാർ പറയുന്നത് അടിയന്തരമായൊരു ഇടപെടൽ ഈ വിഷയത്തിൽ ഉണ്ടായില്ലെങ്കിൽ, ഉടനടി ഒരു പരിഹാരം കണ്ടില്ലെങ്കിൽ വിഷയം കൂടുതൽ ഗുരുതരമാകും എന്നാണ് നാട്ടുകാരുടെ മുന്നറിയിപ്പ്. ചില പ്രതികരണങ്ങളിലേക്ക് കൂടി. കളക്ടറിൻ്റെ ഉത്തരവുണ്ട്, പിന്നെ ഈ വീട് ഏറ്റെടുക്കണമെന്ന രീതിയിൽ കളക്ടറിൻ്റെ ഉത്തരവുണ്ട്. പക്ഷേ ഇതിൻ്റെ അധികൃതർ അതുമായിട്ട് താല്പര്യം കാണിക്കുന്നില്ല. ഏകദേശം കളക്ടറിൻ്റെ ഉത്തരവ് വന്നിട്ടുണ്ട്. ഇപ്പോൾ 11 മാസമായി. 11 മാസമായിട്ടും അതിനോടൊരു താല്പര്യം കാണിക്കുന്നില്ല. ഇതുമാതിരി ഒറ്റപ്പെട്ടു അവർ ഏറ്റെടുത്താലും ഇതിനായിട്ടുള്ള എന്തെങ്കിലും ചെയ്യാൻ പറ്റും. ആ കാര്യങ്ങൾ അവർ ഫോളോ അപ്പ് ചെയ്യുന്നില്ല. മണ്ണിടിഞ്ഞ് വീണ് പുര തന്നെ ഇപ്പം പോവും. നമുക്ക് ഏത് സമയത്തും പുര പോകുന്ന സാധ്യത തന്നെ ഇല്ലത്. നിൽക്കാനേ പേടിയാണിപ്പം. കളക്ടർ ഏറ്റെടുക്കണം പറഞ്ഞിട്ട് ഞങ്ങൾക്ക് ഓർഡർ തന്നിന്. ആ ഓർഡർ പ്രകാരം ഒരുത്തോളം ഏറ്റെടുത്തിട്ടാണ്. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്ക് അറിയുന്നില്ല.